ഏഷ്യൻ ഗെയിംസ് 2020 ടൂർണമെൻറ്റിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിന് മുന്നിൽ വലിയൊരു സെലക്ഷൻ തലവേദന മുന്നിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് തന്നെ നമുക്ക് പറയാനും പറ്റും. പ്ലേയിങ് 11 അന്തിമമാക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരിശീലകർക്ക് മുന്നിലുള്ളത് വളരെയധികം വലിയ വെല്ലുവിളിയാണ്. 3-ാം നമ്പറിൽ ആരിറങ്ങണം എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല. യശസ്വി ജയ്സ്വാളോ അതോ സഞ്ജു സാംസണോ എന്നതാണ് പ്രധാന തർക്കം. ജപ്പാനിലെ പിച്ചുകൾ മന്ദഗതിയിലുള്ളതിനാൽ പവർ പ്ലേയിലെ ആക്രമണോത്സുകമായിട്ടുള്ള മിഡിൽ ഓർഡറിലെ സ്ഥിരതയും ഉറപ്പാക്കാൻ ടീം നിർബന്ധിതരാകുന്നു. നോക്കൌട്ട് മത്സരങ്ങൾ തുടങ്ങാനിരിക്കെ ടീമിന്റെ തന്ത്രപരമായ തീരുമാനത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ജപ്പാനിലെ പിച്ചുകളിൽ ആദ്യ ഓവറുകളിൽ പന്തിന് മികച്ച ടേണും കുറഞ്ഞ ബൗൺസും അനുഭവപ്പെടാറുണ്ട്. അതിനാൽ പവർ പ്ലേയിലെ വെടിക്കെട്ട് ബാറ്റിങ്ങിനൊപ്പം മിഡിൽ ഓർഡറിലെ തന്ത്രപരമായ മാറ്റങ്ങളും മാനേജ്മെന്റിന് ഒരുപോലെ പരിഗണിക്കേണ്ടതായി വരും. ജയ്സ്വാൾ തുടക്കത്തിൽ തന്നെ ടീമിന് മികച്ച മൊമെന്റം നൽകുമ്പോൾ ലോകോത്തര സ്പിന്നർമാർക്കെതിരെ ശാന്തമായ ബാറ്റ് വീശാനും ഇന്നിംഗ്സ് നിയന്ത്രിക്കാനും സഞ്ജുവിന് സാധിക്കും. ടോപ്പ് 3-ൽ ലെഫ്റ്റ് റൈറ്റ് ബാറ്റിംഗ് കോമ്പിനേഷൻ നിലനിർത്തുക എന്നതും ടീമിന്റെ പ്രധാന മുൻഗണന തന്നെയാണ്. പവർ പ്ലേ ഓവറുകളിൽ വെല്ലുവിളികളെ ഇന്ത്യ എങ്ങനെ നേരിടും എന്നത് ഈ അന്തിമ സെലക്ഷനെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ അത് ആശ്രയിച്ചിരിക്കും എന്ന് പറയാം. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ ക്രീസിലെത്തിയാൽ ഫീൽഡിംഗ് നിയന്ത്രിക്കാൻ പരമാവധി മുതലെടുത്ത് റൺ റേറ്റ് കുതിച്ചുയർത്താൻ ജയ്സ്വാളിന് സാധിക്കും. ഉയർന്ന ബൗണ്ടറി പെർസെൻറ്റേജ് ജയ്സ്വാളിനെ തടയാൻ എതിർ ക്യാപ്റ്റന്മാർ തന്നെ തങ്ങളുടെ ഫീൽഡിംഗ് പ്ലാനുകൾ മാറ്റേണ്ടതായി വരും. എന്നാൽ വിക്കറ്റുകൾ വേഗത്തിൽ വീഴുന്ന സാഹചര്യത്തിൽ മിഡിൽ ഓർഡറിൽ ഏറ്റവും വലിയ താങ്ങാവുക സഞ്ജു സാംസൺ ആണ്. സ്പിൻ ബൗളർക്കെതിരെ കൃത്യമായ സ്ട്രൈക്ക് റേറ്റ് ചെയ്ത ഡോട്ട് ബോളുകളുടെ എണ്ണം കുറയ്ക്കാൻ സഞ്ജുവിന് പ്രത്യേക മികവുണ്ട് എന്ന് പറയണം. ഇത് മറ്റ് മുൻനിര ബാറ്റർമാർക്ക് അനാവശ്യ റിസ്കുകളില്ലാതെ സ്വതന്ത്രമായി തന്നെ ആക്രമിച്ച് കളിക്കാൻ സാധിക്കും എന്നതാണ് എടുത്തു പറയുന്നൊരു അവസരം. ഇതിന് അവസരം ഒരുക്കുന്നൊരു കാര്യം കൂടിയാണിത്. അവസാന കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടു താരങ്ങൾക്കും വ്യക്തമായ തന്ത്രപരമായ മേൽക്കൈ ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. ഈ ഒരൊറ്റ തീരുമാനം 4 മുതൽ 6 വരെയുള്ള നമ്പറുകളിൽ ബാറ്റ് ചെയ്യുന്ന കളിക്കാരുടെ റോളുകളെ പോലും നേരിട്ട് ബാധിക്കും. ജയ്സ്വാളിനെ 3-ാം നമ്പറിൽ ഇറക്കിയാൽ വലം കയ്യൻ ആങ്കർ ബാറ്റർമാർക്ക് താഴത്തെ മിഡിൽ ഓർഡറിലേക്ക് മാറേണ്ടി വരും. അതേസമയം സഞ്ജുവിനെ ഫിനിഷർ റോളിലേക്ക് മാറ്റിവെച്ചാൽ അത് ഡെത്ത് ഓവറുകളിൽ തകർത്തടിക്കാനും സ്പിൻ ബൗളിങ്ങിനെ തടയാനും ഇന്ത്യക്ക് കൂടുതൽ കരുത്താകും. പിച്ചിന്റെ അവസ്ഥയും എതിരാളികളുടെ ബൗളിംഗ് നിരയും കൃത്യമായി വിലയിരുത്തിയാവണം ഈ തീരുമാനമെടുക്കേണ്ടത്. തുടക്കത്തിലെ ആക്രമിച്ച് കളിക്കുന്നതാണോ അതോ ഇന്നിംഗ്സ് പക്വതയോടെ കെട്ടിപ്പടുക്കുന്നതാണോ ടീമിന് നല്ലതെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്യാപ്റ്റനും കോച്ചും തീരുമാനിക്കേണ്ടതായി വരും.